Hello. Hello, good evening. Welcome to Disha Academy. അപ്പോൾ നമ്മൾ ഇന്ന് മുതൽ പുതിയൊരു സീരീസ് സ്റ്റാർട്ട് ചെയ്യുവാണ്. നമ്മുടെ NTPCയുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ സെക്ഷൻ ആണ്. അതിന്റെ ഡേ 1 ആണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മാത്സിന്റെ ഫസ്റ്റ് ക്ലാസ് ആണ്. അപ്പൊ മാത്സിന്റെ ഫസ്റ്റ് ക്ലാസ് എന്ന് പറയുമ്പോഴത്തേക്കും നമുക്കറിയാം റെയിൽവേയുടെ ഇനി വിളിക്കാൻ പോകുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരുപാട് നല്ല ജോബ് ഓപ്പർച്യൂണിറ്റീസ് ഉള്ള നല്ല പൊസിഷൻസ് ഒക്കെ ജോബിനകത്ത് നല്ല പൊസിഷൻസ് ഒക്കെ ഉള്ള ഒരു ഡിഗ്രി ലെവൽ എക്സാം ആണ് നോൺ ടെക്നിക്കൽ പോപ്പുലർ കാറ്റഗറി NTPC എക്സാം എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ NTPC എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്ന ഒരുപാട് ഉദ്യോഗാർത്ഥികളുണ്ട്, അവർക്ക് വേണ്ടിയിട്ടുള്ള സെക്ഷൻ ആണ്. അപ്പൊ നമുക്ക് NTPC ഏതൊരു എക്സാം ആണെങ്കിലും നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ട ആ ഒരു എക്സാമിന് ഓരോ സബ്ജക്റ്റിന്റെയും ഇമ്പോർട്ടൻസ് ആണ്. അപ്പൊ NTPC പോലുള്ള റെയിൽവേ എക്സാമുകൾക്കൊക്കെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സബ്ജക്ട് തന്നെയാണ് മാത്സ് അല്ലെ. അപ്പൊ ഈ മാത്സിനകത്ത് തന്നെ ഏതൊക്കെ ചാപ്റ്റർ ആണ് ഇമ്പോർട്ടന്റ്, ഓരോ വർഷവും പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിൽ ഏതൊക്കെ ചാപ്റ്ററിൽ നിന്നാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിരിക്കുന്നത്, ഇതൊക്കെ മനസ്സിലാക്കി വേണം പഠിക്കാനായിട്ട്. അപ്പൊ ഇന്ന് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന്റെ സെക്ഷൻ ആണെങ്കിലും ഞാൻ നിങ്ങൾക്ക് ജസ്റ്റ് അതൊക്കെ ഒന്ന് ആദ്യം പറഞ്ഞു തന്നിട്ട് തന്നെ സ്റ്റാർട്ട് ചെയ്യാന്ന് വിചാരിക്കുന്നു. അതിനു മുമ്പ് ഒരു കാര്യം മനസ്സിലാക്കുക, സക്സസ് ടേക്സ് ടൈം. സക്സസിന് ടൈം എടുക്കും. എത്ര ഷോർട്ട് കട്ട്സ് ഉണ്ടെന്ന് പറഞ്ഞാലും ഒരു ലിമിറ്റഡ് ടൈം എന്തായാലും നമുക്ക് വേണം അല്ലെ. നമ്മൾ ഒരുപാട് വെപ്രാളം പിടിച്ചിട്ടൊന്നും കാര്യമില്ല, കുറച്ച് ടൈം എടുത്ത് തന്നെ പഠിക്കുക, എന്നാലേ റിസൾട്ട് കിട്ടും. സോ സക്സസ് ടേക്സ് ടൈം. സോ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സ്റ്റേ ഫോക്കസ്ഡ്. നിങ്ങൾ നിങ്ങളുടെ എയിമിൽ ഫോക്കസ് ചെയ്യുക ആൻഡ് ബി പേഷ്യന്റ്. നിങ്ങൾ പേഷ്യന്റ് ആയിട്ട് തന്നെ പഠിക്കുക കേട്ടോ. അപ്പം ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, സക്സസ് ടേക്സ് ടൈം. ഓക്കെ, അല്ലാതെ എല്ലാത്തിനും 2 ദിവസം കൊണ്ടോ 3 ദിവസം കൊണ്ടോ അല്ലെങ്കിൽ 3 മാസം കൊണ്ടോ ഒന്നും അല്ല. നമുക്ക് വളരെ ഫോക്കസ് ചെയ്ത് പഠിക്കണം. കാരണം ഓരോ ടോപ്പിക്കിനും ഇമ്പോർട്ടൻസ് ഉണ്ട്, എക്സാമിന് ടൈം ലിമിറ്റ് ഉണ്ട് അല്ലെ, ഇത്ര ടൈമിനുള്ളിൽ ചെയ്യണം. അപ്പൊ അങ്ങനെയുള്ള ഷോർട്ട് കട്ട്സുകൾ പഠിക്കാനുണ്ട്. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാല് നല്ല രീതിയിൽ ഓരോ ടോപ്പിക്കും അതിന്റെ ബേസിക് കോൺസെപ്റ്റ് മനസ്സിലാക്കി പഠിക്കുക, എന്നിട്ട് കുറച്ച് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക, എന്നിട്ട് നേരെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ചെയ്യുക, എന്നിട്ട് മോക്ക് ടെസ്റ്റുകൾ ചെയ്യുക. ഈ ഒരു പാത്താണ് എപ്പോഴും, എസ്പെഷ്യലി മാത്സിന്റെ കേസിൽ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഈ ഒരു പാത്താണ് നിങ്ങൾ ഫോളോ ചെയ്യേണ്ടത്. നോക്കേ, ഞാൻ ആദ്യം കഴിഞ്ഞ പ്രാവശ്യത്തെ മാത്സിന്റെ ക്വസ്റ്റ്യൻസ് നോക്കിയപ്പം ഏതൊക്കെ ചാപ്റ്റർ ചെയ്തു, എത്ര മാർക്കിനാണ് ക്വസ്റ്റ്യൻസ് വന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. അപ്പൊ നിങ്ങൾ ഇത് എന്തിനാണെന്ന് പറഞ്ഞിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഹാർഡ് വർക്കും ഉണ്ട് സ്മാർട്ട് വർക്കും ഉണ്ട്. അപ്പൊ നിങ്ങൾ ആവറേജ് എന്ന് പറഞ്ഞ ചാപ്റ്റർ എടുത്ത് ഒരു 10-12 ദിവസത്തോളം ഇരുന്നങ്ങ് പഠിക്കുവാന്ന് വെച്ചോ, നിങ്ങൾക്ക് ആകെ കിട്ടുന്ന മാർക്ക് 1 മാർക്കാ. അത് ഹാർഡ് വർക്കാ, നിങ്ങൾ നന്നായിട്ട് പഠിച്ചു, നിങ്ങൾ കഷ്ടപ്പെട്ടു, പക്ഷെ റിസൾട്ട് കുറവാ. മനസ്സിലായോ? എന്നാൽ അതേ സമയം നിങ്ങൾ ആ 12 ദിവസം എടുത്തൊരു നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ ആണ് പഠിക്കുന്നെങ്കിലോ 4 ക്വസ്റ്റ്യൻസ് അവിടെ നിന്ന് കിട്ടും. മനസ്സിലായോ? അതുകൊണ്ട് തന്നെ ഓരോ സബ്ജക്റ്റിന്റെയും ടോപ്പിക് വൈസ് ഇമ്പോർട്ടൻസ്, പ്രത്യേകിച്ച് അത് GK പോലുള്ള സബ്ജക്റ്റുകളിൽ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നിങ്ങൾക്ക് അറിയാം GK എന്ന് പറഞ്ഞാൽ ഒരു ഭയങ്കര വാസ്റ്റ് ആയിട്ടുള്ള ഏരിയ ആണ് അല്ലെ. അതിൽ പഠിക്കേണ്ട കാര്യങ്ങളാണ് നിങ്ങളെ പഠിപ്പിക്കുന്നത്. അത് കറക്റ്റ് ആയിട്ട് പഠിച്ചു പോവുക, ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏരിയ സെലക്ട് ചെയ്ത് തന്നെ പഠിച്ചു പോവുക കേട്ടോ. അപ്പൊ ഞാൻ വീണ്ടും മാത്സിലോട്ട് വരുവാണ്. മാത്സിൽ ഏറ്റവും കൂടുതൽ മാർക്കിന് ചോദിച്ചേക്കുന്നത് നമ്പർ സിസ്റ്റം ആണ്. കണ്ടല്ലോ, 4 ക്വസ്റ്റ്യൻസ്. ഡേറ്റ ഇന്റർപ്രിട്ടേഷന്റെ ക്ലാസ് പോലെ ഉണ്ടല്ലേ, ഡേറ്റ ഇന്റർപ്രിട്ടേഷന്റെ ക്ലാസ് പോലെ തന്നെ ഉണ്ട് കേട്ടോ. നിങ്ങൾ ആ ഡേറ്റ ഒന്ന് മനസ്സിലാക്കിയേ. നമ്പർ സിസ്റ്റം എന്ന് പറഞ്ഞ ചാപ്റ്റർ എത്ര ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട് നോക്കിയേ, ആ ഡേറ്റ ഒന്ന് നോക്കിയേ. 4 ക്വസ്റ്റ്യൻസ് ആ ചോദിച്ചിരിക്കുന്നത് അല്ലെ. 4 ക്വസ്റ്റ്യൻസ് ആ ചോദിച്ചിരിക്കുന്നത് നമ്പർ സിസ്റ്റത്തിൽ നിന്ന് മാത്രമായിട്ട്. തൊട്ടു പുറകെ ഉണ്ട്, അതിന്റെ കണക്റ്റഡ് ചാപ്റ്റർ ആണ് സിംപ്ലിഫിക്കേഷൻ. സിംപ്ലിഫിക്കേഷൻ എന്നും ചോദിച്ചിട്ടുണ്ട് 3 ക്വസ്റ്റ്യൻസ് അല്ലെ. അപ്പൊ നമ്പർ സിസ്റ്റം ആണ് ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചത്. അത് കഴിഞ്ഞിട്ട് റേഷ്യോ ആൻഡ് പ്രപ്പോർഷനിൽ നിന്നും നമുക്ക് 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചു. അതുപോലെ പ്രോഫിറ്റ് ആൻഡ് ലോസ് നിന്നും 3 ക്വസ്റ്റ്യൻസ്. പ്രോഫിറ്റ് ആൻഡ് ലോസ് എപ്പോഴും കാണുന്നത് എങ്ങനെയാ, പ്രോഫിറ്റ് ആൻഡ് ലോസ് 2 ക്വസ്റ്റ്യനും ഡിസ്കൗണ്ട് ഒരു ക്വസ്റ്റ്യനും എപ്പോഴും ചോദിക്കാറുണ്ട്. SSCക്കും സെയിം ആ പാറ്റേൺ ആണ് കേട്ടോ. 3 ക്വസ്റ്റ്യൻസ് ചോദിക്കുവാണെങ്കിൽ 2 ക്വസ്റ്റ്യൻ പ്രോഫിറ്റ് ആൻഡ് ലോസ് 1 ക്വസ്റ്റ്യൻ ഡിസ്കൗണ്ട് ആയിരിക്കും. അതുപോലെ റേഷ്യോ ആൻഡ് പ്രപ്പോർഷൻ, പ്രോഫിറ്റ് ആൻഡ് ലോസ്, അത് കഴിഞ്ഞിട്ട് സിംപ്ലിഫിക്കേഷനും ചോദിച്ചു. എത്ര ക്വസ്റ്റ്യൻ? 3 ക്വസ്റ്റ്യൻ ചോദിച്ചു. അതുപോലെ ഡേറ്റ ഇന്റർപ്രിട്ടേഷൻ, റെയിൽവേയുടെ ഒക്കെ DI വളരെ സിമ്പിൾ ആണ്. ഇതുപോലെ ഇപ്പൊ ഡേറ്റ ഇന്റർപ്രിട്ടേഷന്റെ ക്വസ്റ്റ്യൻസ് ചോദിച്ചത് ടോട്ടലിന്റെ എത്ര പെർസെന്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യുക, അങ്ങനത്തെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് DI ന്ന് ചോദിക്കുന്ന കേട്ടോ. അപ്പൊ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് DI ന്നും 3 ക്വസ്റ്റ്യൻസ് ചോദിച്ചു അല്ലെ. അപ്പൊ 3 ക്വസ്റ്റ്യൻസ് ചോദിച്ച് കുറച്ച് ടോപ്പിക്സ് നിങ്ങൾക്ക് മനസ്സിലായി. അടുത്തതെന്ന് പറഞ്ഞാൽ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. മെൻസുറേഷൻ 2 ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു. ട്രിഗ്നോമെട്രി 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ജോമെട്രി 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ടൈം ആൻഡ് വർക്ക് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ടൈം ആൻഡ് ഡിസ്റ്റൻസ് 2 ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പിന്നെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്ററിന് 1 ക്വസ്റ്റ്യൻ ചോദിക്കാറുള്ളത്. ആവറേജ് ഇപ്രാവശ്യം 1 ക്വസ്റ്റ്യൻ ആയിരുന്നു
ലാസ്റ്റ് ടൈം ചോദിച്ചിരുന്നത്. അപ്പൊ ഇങ്ങനെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ മാർക്ക് ഡിസ്ട്രിബ്യൂഷൻ. ഇതിൽ നിന്ന് വളരെ വലിയ വ്യത്യാസമൊന്നും അടുത്ത തവണ വരാൻ പോണില്ല. ഏകദേശം ഇതേ പാറ്റേൺ തന്നെ ആയിരിക്കും. മാക്സിമം ഒന്നോ രണ്ടോ ക്വസ്റ്റ്യൻസിന്റെ അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറ്റം വരും, ചാപ്റ്ററുകൾക്ക് ഇമ്പോർട്ടൻസ് മാറി വരും. അല്ലാതെ ഇതേ പാറ്റേൺ ആയിരിക്കും. അപ്പൊ അതിൽ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കുക, നമ്പർ സിസ്റ്റം സിംപ്ലിഫിക്കേഷനും ഒരുപാട് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു 2 ടോപ്പിക്സ് ആണ്. നമ്പർ സിസ്റ്റത്തിന്റെ ക്ലാസ്സുകളൊക്കെ നമ്മൾ യൂട്യൂബിൽ ഓൾറെഡി ക്ലാസ്സുകളൊക്കെ കുറച്ച് കൊടുത്തിട്ടുണ്ട്. കംപ്ലീറ്റ് കൊടുത്തിട്ടില്ല എങ്കിലും അത്യാവശ്യം നിങ്ങൾക്ക് പഠിക്കാനുള്ള സ്റ്റാർട്ട് ചെയ്യാനുള്ള ക്ലാസ്സുകളൊക്കെ ഉണ്ട് അതിനകത്ത്, പഠിച്ചു നോക്കുക. ഓക്കെ, അപ്പൊ നമ്മുടെ ഇന്നത്തെ സെക്ഷനിലോട്ട് പോവുകയാണ്. ഇന്നത്തെ സെക്ഷൻ എന്ന് പറയുമ്പോൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസിന്റെ സെക്ഷൻ ആണ്. അപ്പൊ നമുക്ക് നോക്കാം അല്ലെ, ഓരോ ക്വസ്റ്റ്യൻ പണ്ട് ചോദിച്ച ഓരോ ക്വസ്റ്റ്യൻ നമുക്ക് ഇപ്പൊ ചെയ്യാൻ പറ്റുന്നുണ്ടോ, എന്താണ് ആ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ള ട്രിക്സ് എന്നൊക്കെ നമുക്ക് നോക്കാം അല്ലെ. അപ്പൊ ഒന്നാമത്തെ ചോദ്യം എന്റെ സ്ക്രീനിലുണ്ട്. ഒന്നാമത്തെ ചോദ്യം ഉണ്ട്, ഓപ്ഷൻസ് ഞാൻ കൊടുത്തിട്ടുണ്ട്, ഒന്ന് ട്രൈ ചെയ്ത് നോക്കി. 80% of a number is equal to 4/5 of the other number. What is the ratio between the first number and the second number respectively? 80% of a number എന്ന് പറയുന്നത് 4/5 of other number ആണെന്ന് പറയുന്നുണ്ട് അല്ലെ. അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും തമ്മിലുള്ള റേഷ്യോ എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. ഓപ്ഷൻ എ 3:4, ഓപ്ഷൻ ബി 4:5, ഓപ്ഷൻ സി 1:1, ഓപ്ഷൻ സി 1:2. ഓൾമോസ്റ്റ് ഒരുവിധം എനിക്ക് തോന്നുന്നു ആൻസേഴ്സ് കിട്ടാനുള്ള ടൈം ആയിട്ടുണ്ട്. കുറച്ച് പേരെങ്കിലും ഇപ്പൊ ആൻസർ പറഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, എന്തായാലും ഞാനൊന്ന് ചെയ്ത് കാണിക്കാം. ഒരു നോർമൽ മെത്തേഡിൽ ചെയ്യുവാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ വായിച്ചു അതിന് ഒരു അനാലിസിസ് നടത്തി നമ്മൾ കൂടുതൽ ചിന്തിക്കാതെ ഒരുപാട് ലോജിക് ഒന്നും അപ്ലൈ ചെയ്യാതെ ഒരുപാട് ഷോർട്ട് കട്ട് ഒന്നും അപ്ലൈ ചെയ്യാതെ നമ്മളൊരു പ്രോബ്ലം അപ്രോച്ച് ചെയ്യുന്നതാണെങ്കിൽ എങ്ങനെ അപ്രോച്ച് ചെയ്യും, ആ ഒരു രീതിയിൽ ആദ്യം ചെയ്യാം. 80% ഓഫ് എ നമ്പർ, ആ നമ്പറിനെ പറ്റി എനിക്ക് ഒരു ഐഡിയ ഇല്ല, ആ നമ്പറിന് ഞാൻ എക്സ് എന്ന് കൊടുക്കുവാണേ, ഈസ് ഈക്വൽ ടു 4/5 ഓഫ് ദി അതർ നമ്പർ, രണ്ടാമത്തെ നമ്പർ. ആ രണ്ടാമത്തെ നമ്പറിനെ പറ്റിയും എനിക്ക് ഒരു ഐഡിയ ഇല്ല, ഞാൻ അതുകൊണ്ട് അതിന് y കൊടുക്കുവാണ്. അപ്പം 80% of x is equal to 4/5 of y എന്ന് എനിക്ക് ആ സെന്റൻസ് വായിക്കാൻ പറ്റും അല്ലെ. 80% of x is equal to 4/5 of the second. അതായത് 80% of x is equal to 4/5 of y എന്ന് കിട്ടി. ഇനി 80% നമുക്ക് എങ്ങനെ എഴുതാം, 80/100. ഓഫിന് പകരം ഇൻറ്റു കൊടുക്കാം. So 80/100 into x is equal to 4/5 into y എന്ന് കിട്ടും അല്ലെ. 80/100 into x is equal to 4/5 into y. So ഈ സീറോയും ഈ സീറോയും ഒന്ന് ക്യാൻസൽ ചെയ്തു. 8 ഡിവൈഡഡ് ബൈ 10 ആണ് അല്ലെ, ഒന്ന് ചെറുതാക്കാം, 2 കൊണ്ട് കട്ട് ചെയ്താൽ മതി, 4ഉം കിട്ടും ഇവിടെ 5ഉം കിട്ടും. So 4/5 x എന്ന് വരും. So 4/5 x is equal to 4/5 y. So 4/5ഉം 4/5ഉം ക്യാൻസൽ ആവും. So x is equal to y. x is equal to y എന്ന് പറഞ്ഞാൽ x ഉം y ഉം തമ്മിലുള്ള റേഷ്യോ എന്താണ്, x 1 ആണെങ്കിൽ y ഉം 1 അല്ലെ. So x is to y is equal to 1:1. x is to y is equal to 1:1. അപ്പൊ ഇത് നമ്മൾ നോർമലി ഒന്നും ആലോചിക്കാതെ ജസ്റ്റ് നമ്പർ ഒക്കെ ഇട്ട് ഒന്ന് ചെയ്ത് നോക്കി. പിന്നെ കുറച്ചുകൂടെ ആലോചിച്ച് ചെയ്യുവായിരുന്നെങ്കിൽ ഇത്രയും ലെങ്തി ആക്കണ്ടായിരുന്നു അല്ലെ. 80%ന്റെ ക്ലാസ്സുകളൊക്കെ പഠിച്ചിട്ടുള്ളവരാണെങ്കിൽ 80% എന്ന് കാണുമ്പോഴേ അറിയാം അത് 4/5 ആണെന്നല്ലേ. 80% എന്ന് കാണുമ്പോഴേ അറിയാം അത് 4/5 ആണെന്ന്. അറിയത്തില്ലേ, പെർസെന്റേജിന്റെ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചിട്ടില്ലേ. 20% എന്ന് പറഞ്ഞാൽ എന്താണ്, 20% എന്ന് പറഞ്ഞാൽ 1/5. 40% ഡബിൾ ആയി അല്ലെ, ഡബിൾ ആയി. 20%ന്റെ ഡബിൾ ആണ് 40%. സോ 2/5. 20%ന്റെ ട്രിപ്പിൾ 60% എന്ന് പറയുമ്പോൾ 3/5. 20%ന്റെ 4 ടൈംസ് 80% എന്ന് പറയുമ്പോൾ 4/5. ഇതൊക്കെ അറിയാമെങ്കിൽ നമുക്ക് കുറച്ചും കൂടി ഈ ക്വസ്റ്റ്യൻ പെട്ടെന്ന് ചെയ്യാൻ പറ്റും. അതായത് 80% ഓഫ് എ നമ്പർ എന്ന് പറയുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതുന്നത്, 4/5 ഓഫ് എക്സ് is equal to 4/5 ഓഫ് y എന്ന് എഴുതാം. 4/5 ഓഫ് എക്സ് is equal to 4/5 ഓഫ് y. അതിൽ നിന്ന് തന്നെ 4/5 ക്യാൻസൽ ആക്കിയിട്ട് x is equal to y എന്നും x is to y 1:1 എന്നും നമുക്ക് എഴുതാൻ പറ്റും. ഓക്കെ, അപ്പം സംഭവം പിടികിട്ടിയല്ലോ. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. NTPCക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ ആണ്, സിമ്പിൾ ക്വസ്റ്റ്യൻ ആണ്. അപ്പം ബേസിക്കലി ഞാൻ നോക്കിയിട്ട് മാത്സിന്റെ ക്വസ്റ്റ്യൻസ് ഒന്നും വലിയ ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്, ഓക്കെ, പക്ഷെ ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ഉണ്ട്, അത് മനസ്സിലാക്കുക. ഭയങ്കര സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും മാത്സ് എന്ന് ചോദിക്കുന്നുണ്ട്, അത്യാവശ്യം ലെവലുള്ള ക്വസ്റ്റ്യൻസും മാത്സ് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ മാത്സ് പൊതുവെ അങ്ങ് ടഫ് അല്ല. ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ
വളരെ സമയം കുറച്ച് ചെയ്യാം. ഈ ക്വസ്റ്റ്യൻ ഒക്കെ ഒരു 10 സെക്കൻഡിനകത്ത് അല്ലെങ്കിൽ 15 സെക്കൻഡിനകത്ത് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് മറ്റ് ക്വസ്റ്റ്യൻസിൽ ഈ ഒരു ടൈം യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ഒരു ബാലൻസിങ് എന്തായാലും മാത്സിന് വേണം. അത് എപ്പോഴും മനസ്സിലിരിക്കട്ടെ. അടുത്ത ചോദ്യം നോക്കാം. അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യന്റെ ആൻസർ നമുക്ക് ഓപ്ഷൻ സി 1:1 കിട്ടി. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആവറേജ് എന്നുള്ള ക്വസ്റ്റ്യൻ ആണ്. ആവറേജ് എന്താ ചോദിച്ചേക്കുന്നത്? The average of 6 numbers is 20. If one number is removed, the average becomes 15. What is the number removed? 6 നമ്പേഴ്സിന്റെ ആവറേജ് 20 ആണ്. 6 സംഖ്യകളുടെ ശരാശരി 20 ആയിരുന്നു അല്ലെ? 6 സംഖ്യകളുടെ ശരാശരി 20 ആണ്. അതിൽ നിന്ന് ഒരു സംഖ്യ മാറ്റിയപ്പോൾ ആവറേജ് എന്തായി? 15 ആയി. What is the number removed? റിമൂവ് ചെയ്ത നമ്പർ ഏതാണെന്നാണ് നമ്മുടെ ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യൻ ക്ലിയർ ആണല്ലോ. എങ്ങനെ നമുക്കിത് ചെയ്യാം? എങ്ങനെ ഒരു ക്വസ്റ്റ്യൻ അപ്രോച്ച് ചെയ്യാൻ പറ്റും? ആവറേജ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നമുക്കറിയാം അല്ലെ? ആവറേജ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സം ഡിവൈഡഡ് ബൈ നമ്പർ. ഓപ്ഷൻസ് വേണ്ടേ? ഓപ്ഷൻസ് കൊടുത്തരാവേ. ഓപ്ഷൻ എ 5, ഓപ്ഷൻ ബി 45, ഓപ്ഷൻ സി 114, ഓപ്ഷൻ സി 35. നമുക്കറിയാം ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. ആവറേജ് എന്ന് പറഞ്ഞാൽ സം ഡിവൈഡഡ് ബൈ നമ്പർ ആണ്. അങ്ങനെയാണെങ്കിൽ സം ഇസ് ഈക്വൽ ടു എന്തായിരിക്കും? ആവറേജ് ഇൻറ്റു നമ്പർ ആണ്. സം ഇസ് ഈക്വൽ ടു ആവറേജ് ഇൻറ്റു നമ്പർ ആണ്. ആവറേജിന്റെ ഒരുവിധമുള്ള എല്ലാ ക്വസ്റ്റ്യൻസും നമുക്ക് നമ്പർ ആവറേജ് സം മെത്തേഡിൽ ചെയ്യാൻ പറ്റും. അതായത് നമ്പറും ആവറേജും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സം കിട്ടുന്നത് അല്ലെ? നമ്പറും ആവറേജും കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് സം കിട്ടുന്നത്. സോ ആവറേജ് ഇസ് ഈക്വൽ ടു സം ഡിവൈഡഡ് ബൈ നമ്പർ ആണ് അല്ലെ? അപ്പൊ നമ്മൾ ചെയ്യാൻ പോകുന്ന മെത്തേഡ് നമ്പർ ആവറേജ് സം മെത്തേഡ് ആണ്. കാര്യം നമുക്കറിയാം സം ഇസ് ഈക്വൽ ടു നമ്പർ ഇൻറ്റു ആവറേജ് ആണ്. അതിലൊന്നും ഒരു ഡൗട്ടും ഇല്ലല്ലോ. ഇനി നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കേ. ആവറേജ് ഓഫ് 6 നമ്പേഴ്സ് ഈസ് 20. 6 നമ്പേഴ്സിന്റെ ആവറേജ് 20 ആണ്. 6 നമ്പേഴ്സിന്റെ ആവറേജ് 20 ആണ്. സോ നമ്പറിന്റെ അടുത്ത് 6 എഴുതി, ആവറേജിന്റെ അടുത്ത് 20 എഴുതി. 6 നമ്പേഴ്സിന്റെ ആവറേജ് 20 ആണ്. സോ അതിന്റെ സം എന്ന് പറഞ്ഞാൽ 6 into 20 120. സോ സം എന്ത് വന്നു? 6 into 20 വന്നു, 120 വന്നു. ഓക്കെ. ഇനി if one number is removed, ഒരു നമ്പർ റിമൂവ് ചെയ്തു. 6 നമ്പേഴ്സ് ഉണ്ടായിരുന്നു, ഒരു നമ്പർ പോയി എന്ന് പറഞ്ഞാൽ ഇനി എത്ര നമ്പേഴ്സേ ഉള്ളൂ? ഒരു നമ്പർ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി 5 നമ്പേഴ്സേ ഉള്ളൂ അല്ലെ? വൺ നമ്പർ ഈസ് റിമൂവ്ഡ് എന്നാ പറഞ്ഞേക്കുന്നത്. 6 നമ്പേഴ്സിൽ നിന്ന് ഒരു നമ്പർ പോയി, ബാക്കി 5 നമ്പേഴ്സ്. അതിന്റെ ആവറേജ് എന്താണെന്ന് പറയുന്നുണ്ട്? 15 ആണ്. ഒരു നമ്പർ മാറ്റി കഴിഞ്ഞപ്പോൾ പുതിയ ആവറേജ് 15 ആയി. 6 സംഖ്യകളിൽ നിന്ന് ഒരു സംഖ്യ മാറ്റിയിട്ട് ആവറേജ് കണ്ടുപിടിച്ചപ്പോൾ, 6 സംഖ്യകളിൽ നിന്ന് ഒരു സംഖ്യ മാറ്റിയിട്ട് ആവറേജ് കണ്ടുപിടിച്ചപ്പോൾ അത് 15 ഉള്ളൂ. സോ 5 സംഖ്യകളുടെ ആവറേജ് ആണ് 15. പിടികിട്ടിയോ? 5 സംഖ്യകളുടെ ആവറേജ് ആണ് 15. 5 സംഖ്യകളുടെ ആവറേജ് 15 ആണെങ്കിൽ അത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 75 കിട്ടും. 5 into 15 75. മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ 15 വരെയെങ്കിലും മിനിമം പഠിച്ചിരിക്കണം കേട്ടോ. 15 into 5 75. വാട്ട് ഈസ് ദ നമ്പർ റിമൂവ്ഡ് എന്നാണ് ക്വസ്റ്റ്യൻ. 6 സംഖ്യകളുടെ തുക നോക്കേ 120. 5 സംഖ്യകളുടെ തുക 75. നോക്കേ, ഈ 75ന്റെ കൂടെ 6ാമത്തെ സംഖ്യ കൂടെ കൂട്ടിയപ്പോഴല്ലേ 120 ആയേ? അപ്പൊ റിമൂവ് ചെയ്ത സംഖ്യ കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ 120 75 കുറച്ചാ പോരെ? മനസ്സിലായോ? 120 75 കുറച്ചാ പോരെ? 75ഉം 25ഉം കൂടെ 100 ആയി. പിന്നെ ഒരു 20ഉം കൂടെ ഉണ്ട്, അപ്പൊ 45. 75 plus 25 ആയിരുന്നെ 100 ആണ്. പിന്നെ 20ഉം കൂടെ ഉണ്ടായതുകൊണ്ട് 120 ഉണ്ടായതുകൊണ്ട് ഒരു 20ഉം കൂടെ ആഡ് ചെയ്തു. സോ ആൻസർ 45. ഓപ്ഷൻ ബി 45. ക്ലിയർ ആണോ? 6 സംഖ്യകളുടെ തുകയും 5 സംഖ്യകളുടെ തുകയും അറിയാമെങ്കിൽ ഡിഫറൻസ് എടുത്താൽ ബാലൻസ് ഉള്ള ഒരെണ്ണം, ആ 6നകത്ത് ബാക്കിയുള്ള ഒരെണ്ണം കിട്ടും അല്ലെ? 5 സംഖ്യകളുടെ തുകയൊന്ന് സബ്ട്രാക്ട് ചെയ്താൽ മതിയാവും. ക്വസ്റ്റ്യൻ ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഡൗട്ട്സ് ഒന്നും ഇല്ലല്ലോ. നമുക്ക് അങ്ങനെയാണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നമ്പർ സിസ്റ്റത്തിൽ നിന്ന് തന്നെ പോവാം. ആവറേജ് എന്നൊരു ക്വസ്റ്റ്യൻ ചെയ്തു, ഇനി നമ്പർ സിസ്റ്റത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്പർ സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സെക്ഷൻ ആണ് LCM-ഉം HCF-ഉം. LCM വളരെ ചെറിയ സെക്ഷൻ ആണ്. എന്താണ് LCM, എന്താണ് HCF? LCM-ഉം HCF-ഉം കൂടെ കമ്പൈൻഡ് ആയിട്ടുള്ള കുറച്ച് ഏരിയാസ്
ഒക്കെ പഠിച്ചു വെക്കുന്നത് വളരെ ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ്, സ്കോർ ചെയ്യാൻ പറ്റിയ ചാപ്റ്റർ ആണ്. നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, the HCF of two co-prime numbers is. രണ്ട് co-prime നമ്പേഴ്സിന്റെ HCF എന്താണെന്നാണ് ചോദ്യം. ഓപ്ഷൻ എ 2 ആണോ, ഓപ്ഷൻ ബി 0 ആണോ, ഓപ്ഷൻ സി the product of the co-primes ആണോ, ഓപ്ഷൻ ഡി 1 ആണോ? co-prime numbers എന്താണ്? co-prime numbers എന്ന് പറഞ്ഞാൽ എന്താണ്? എന്താണ് co-prime numbers? co-prime numbers എന്താണെന്ന് അറിയാമെങ്കിൽ ഈ ഒരു ക്വസ്റ്റ്യൻ ഒരു സെക്കൻഡ് മതി ചെയ്യാൻ. ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു സെക്കൻഡ് മതി. ക്വസ്റ്റ്യൻ വായിക്കുന്ന ആ ഒരു സെക്കൻഡ് മാത്രം മതി, നമുക്ക് ഡയറക്റ്റ് ആൻസർ എഴുതാം. അപ്പൊ അതിനു മുമ്പ് എന്താണ് co-prime numbers എന്ന് അറിയണം. എന്താണ് co-prime numbers? ഫോർ എക്സാമ്പിൾ പറയാവേ, 2ഉം 3ഉം co-prime നമ്പേഴ്സിന് എക്സാമ്പിൾ ആണ്. രണ്ട് നമ്പേഴ്സ് ചേർന്ന പെയറാണ് 2ഉം 3ഉം co-prime നമ്പേഴ്സ് ആണ്. 4ഉം 5ഉം co-prime നമ്പേഴ്സ് ആണ്. 6ഉം 7ഉം co-prime നമ്പേഴ്സ് ആണ്. 8ഉം 9ഉം co-prime നമ്പേഴ്സ് ആണ്. 7ഉം 11ഉം co-prime നമ്പേഴ്സ് ആണ്. 13ഉം 21ഉം co-prime നമ്പേഴ്സ് ആണ്. എന്താ ഇപ്പൊ co-prime നമ്പേഴ്സ്? നോക്കേ, ഈ നമ്പേഴ്സിന്റെ പ്രത്യേകത എന്താ? 2ഉം 3ഉം കോമൺ ആയിട്ട് എന്തെങ്കിലും ഉണ്ടോ? ഉണ്ട്, 1 ഉണ്ട് അല്ലെ? വേറെ വല്ലതും കോമൺ ആയിട്ട് എടുക്കാൻ പറ്റുമോ? 6ഉം 7ഉം കോമൺ ആയിട്ട് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? 1 എടുക്കാൻ പറ്റും. 7ഉം 11ഉം കോമൺ ആയിട്ട് എന്തെങ്കിലും എടുക്കാൻ പറ്റുമോ? കോമൺ നമ്പർ 1 മാത്രമേ ഉള്ളൂ. രണ്ട് നമ്പേഴ്സിന്റെ കോമൺ നമ്പർ 1. അതാണ് രണ്ട് നമ്പേഴ്സിന്റെ ആകെ കോമൺ ആയിട്ടുള്ള, അതിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ എന്താണ്? 1 ആണ്. അപ്പൊ രണ്ട് നമ്പേഴ്സിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആണെങ്കിൽ ആ നമ്പറിനെ പറയുന്ന പേരാണ് co-prime numbers അല്ലെ? രണ്ട് നമ്പേഴ്സിന്റെ HCF 1 ആണെങ്കിൽ ആ നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് co-prime numbers. അപ്പൊ ഡെഫിനിഷനിൽ തന്നെ ആൻസർ ആയി. co-prime numbers എന്ന് പറഞ്ഞാൽ എന്താ? രണ്ട് നമ്പേഴ്സിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആണ്, വേറെ ഒന്നും കോമൺ എടുക്കാൻ പറ്റില്ല. അപ്പൊ രണ്ട് നമ്പേഴ്സിന്റെ ഹയസ്റ്റ് കോമൺ ഫാക്ടർ 1 ആണെങ്കിൽ ആ നമ്പേഴ്സിനെ വിളിക്കുന്ന പേരാണ് co-prime numbers. അപ്പൊ co-prime numbersന്റെ HCF എന്താണ്? 1 ആണ്. co-prime numbersന്റെ HCF എന്താണ്? 1 ആണ്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത് അപ്പൊ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ഇത്. ഒരു സിമ്പിൾ ലെവൽ ക്വസ്റ്റ്യൻസിനകത്ത് വരും, വിത്തിൻ സെക്കൻഡ്സ് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസിനകത്ത് വരും. അതുപോലെ തന്നെ നമ്മുടെ ചാനലിന്റെ പ്രത്യേകത നിങ്ങൾക്ക് അറിയാലോ, SSC റെയിൽവേ എക്സ്ക്ലൂസീവ് ആയിട്ടുള്ള നമ്മുടെ ചാനൽ SSC എക്സാംസിന് വേണ്ടിയിട്ടുള്ള ക്ലാസ്സുകളും റെയിൽവേയുടെ എക്സാമുകൾക്കുള്ള ക്ലാസ്സുകളും ഒക്കെയാണ് നമ്മൾ യൂട്യൂബിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. അതുപോലെ ദിശ അക്കാഡമിക്ക് ഒരു ഓൺലൈൻ ആപ്ലിക്കേഷൻ ഉണ്ട്. നമ്മുടെ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ ഒരുപാട് കാര്യങ്ങൾ അവൈലബിൾ ആയിരിക്കും. കോഴ്സസ് അവൈലബിൾ ആയിരിക്കും. SSCയുടെ കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്, റെയിൽവേയുടെ കോഴ്സുകൾ അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് മാത്രമല്ല, നമുക്ക് ഓഫ്ലൈൻ ക്ലാസ്സസും ഉണ്ട് കേട്ടോ. നമുക്ക് കൊല്ലത്ത് ഓഫ്ലൈൻ സെന്റർ ഉണ്ട്, അതുപോലെ കൊട്ടാരക്കര ഓഫ്ലൈൻ സെന്റർ ഉണ്ട്, അതുപോലെ ട്രിവാൻഡ്രത്തുണ്ട് ഓഫ്ലൈൻ സെന്റർ, കോഴിക്കോട് ഓഫ്ലൈൻ സെന്റർ ഉണ്ട്. അപ്പം നിങ്ങൾക്ക് ഓഫ്ലൈൻ ആയിട്ടാണ് പഠിക്കേണ്ടത്, കുറച്ചുകൂടെ ഡീറ്റെയിൽ ആയിട്ട് ഒരുപാട് മെറ്റീരിയൽസ് ഒക്കെ ചെയ്ത് ഓഫ്ലൈൻ ആയിട്ട് ഡിസ്കസ് ചെയ്ത് കമ്പൈൻ സ്റ്റഡി ഒക്കെ നടത്തി അങ്ങനെ ഒരു രീതിയിലാണ് പഠിക്കേണ്ടെങ്കിൽ നമ്മുടെ ഓഫ്ലൈൻ സെന്ററിൽ പോരാ. അതല്ല, നിങ്ങൾക്ക് ഇത്രയും ഈ സെന്ററുകളൊന്നും എത്തിപ്പെടാൻ പറ്റിയില്ലെങ്കിൽ നമുക്ക് ഓൺലൈൻ കോഴ്സുകളുണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക, ആപ്പ് ഡൗൺലോഡ് ചെയ്യുക, കോഴ്സ് പർച്ചേസ് ചെയ്യുക. പിന്നെ നമ്മുടെ യൂട്യൂബ് ക്ലാസ്സുകൾ ഫോളോ ചെയ്താൽ മതി. അത്യാവശ്യം നിങ്ങൾക്ക് നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സിംപ്ലിഫിക്കേഷൻ എന്നുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. 551 divided by 29 is equal to 90. Then 5.51 divided by 0.0019 is equal to എന്താണെന്നാണ് ചോദ്യം. ഓക്കെ, ഒരുപാട് ലെങ്തി ആയിട്ടുള്ള സെക്ഷൻസ് വെക്കുന്നില്ല, നമുക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് വെച്ച് പഠിക്കാം. അങ്ങനെ ഒരുപാട് ക്വസ്റ്റ്യൻസ് പഠിക്കാം കേട്ടോ. അപ്പൊ ഇന്നത്തെ സെക്ഷനിൽ നമുക്ക് വളരെ കുറച്ച് ക്വസ്റ്റ്യൻസ് മാത്രം പഠിക്കാം. ഓരോരോ സെക്ഷൻ ആകുമ്പോഴത്തേക്കും നമുക്ക് ക്വസ്റ്റ്യൻസിന്റെ നമ്പേഴ്സ് കൂട്ടാം കേട്ടോ. അപ്പൊ നിങ്ങൾക്കും അത് പഠിക്കാനുള്ള ഒരു ലെവൽ ആവും. ഈവൻ ബേസിക് സ്റ്റാർട്ട് ചെയ്യുന്നവർക്ക് അത്യാവശ്യം ഫോളോ ചെയ്യാൻ പറ്റും. അങ്ങനത്തെ രീതിയിലാണ്, സിമ്പിൾ ക്വസ്റ്റ്യൻസ് തന്നെയാണ് എല്ലാം സെലക്ട് ചെയ്തിരിക്കുന്നത്. ഓക്കെ, പക്ഷെ ഇത് ചെയ്യാനായിട്ട് ശ്രമിക്കുക, കൂടെ പഠിക്കാനായിട്ട് ശ്രമിച്ചാൽ കൂടെ പഠിച്ചു വരാനായിട്ട് ശ്രമിക്കുക കേട്ടോ. 551 divided by 29 is equal to 19 ആണ് ക്വസ്റ്റ്യൻ. 5.51 divided by 0.0019 എന്താണെന്നാണ്. കിട്ടിയോ? ആൻസർ കിട്ടിയോ? നോക്കിയേ, ഒരു കാര്യം ഞാൻ ചോദിക്കട്ടെ. 551 divided by 29 is equal to 19 ആണെങ്കിൽ എന്റെ ചോദ്യം 551 divided by 19 എന്തായിരിക്കും? 551നെ 29 കൊണ്ട് ഭാഗിക്കുമ്പോൾ 19 കിട്ടും. 551നെ 19 കൊണ്ട് ഭാഗിക്കുമ്പോൾ അപ്പൊ എത്ര കിട്ടും?
29 കിട്ടും. നമ്മുടെ ചോദ്യം ഏകദേശം ഈ 551/19 മോഡലാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആൻസർ ഒരു 29 മോഡൽ. അതൊക്കെ ഓപ്ഷൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. 2.9, 2.90, 2.000, 0.29 അല്ലെ. അപ്പം നമുക്ക് ഒരു 29 ഒരു 2.9, 290, 2900, 0.29 അങ്ങനെ തന്നെ ഓപ്ഷൻസ് കിടക്കുന്നത്. അപ്പൊ ഇതിൽ ഏതാണ് കറക്റ്റ് ആൻസർ? അപ്പൊ ഇവിടെ നിങ്ങൾക്ക് ഡെസിമൽ പ്ലേസസ് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി. ആൻസർ നമുക്കുണ്ട്. അതായത് 551 നിങ്ങൾ കഷ്ടപ്പെട്ട് 19 കൊണ്ട് ഭാഗിക്കൊന്നും വേണ്ട. അതിന്റെ ആൻസർ 29 റിലേറ്റഡ് ആയിട്ടാണ്. അതിന്റെ ഡെസിമൽ പ്ലേസ് അഡ്ജസ്റ്റ് ചെയ്താൽ മാത്രം മതി. നിങ്ങൾ ചെയ്യേണ്ടത് ആ ഡെസിമൽ പ്ലേസ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പൊ നമുക്ക് നോക്കാം. 5.51 divided by 0.0019 ഇതിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് രണ്ട് പ്ലേസസ് ഉണ്ട്. ഒരു 5ന്റെ പ്ലേസ്, ഒരു 1ന്റെ പ്ലേസും ഉണ്ട്. ഇവിടെ ഡെസിമൽ കഴിഞ്ഞ് 4 എണ്ണം ഉണ്ട്. ആദ്യം നമുക്ക് ഡെസിമൽ പ്ലേസ് സെയിം ആക്കാം. മീൻസ് ഡെസിമൽ പ്ലേസിനെ നമുക്ക് ഏറ്റവും സിമ്പിൾ ആയിട്ട് അപ്രോച്ച് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ 2 ഡെസിമൽ പ്ലേസ് അല്ലേ, അതങ്ങ് ബാലൻസ് ചെയ്യാം. അപ്പൊ ഇവിടെ 2 എണ്ണം ബാലൻസ് ചെയ്യാം. എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2 എണ്ണത്തിനെ ഞാൻ ലെഫ്റ്റിലോട്ട് കൊണ്ടുപോവാം. ഈ 5നെയും 1നെയും ലെഫ്റ്റിലോട്ട് കൊണ്ടുപോയാൽ മേളിൽ ഡെസിമൽ പിന്നെ ഇല്ല അല്ലെ. 551 എന്ന് പറഞ്ഞ സംഖ്യയാവും. അപ്പൊ 2 പ്ലേസ് ന്യൂമറേറ്ററി ലെഫ്റ്റിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ 2 പ്ലേസ് ഡിനോമിനേറ്ററിലും ലെഫ്റ്റിലോട്ട് പോകണം. അപ്പൊ ആ 2 0 അങ്ങ് പോകും ലെഫ്റ്റിലോട്ട്. ബാക്കി 0.19. കാരണം 1ഉം 9ഉം ഡെസിമലിന് അപ്പുറം പോയില്ല. അതുകൊണ്ട് 0.19 ആണ് ഡിനോമിനേറ്ററി വരുന്നത്. ഇനി ഞാൻ 100 കൊണ്ട് മേളിലും താഴെയും മൾട്ടിപ്ലൈ ചെയ്യാം. 551നെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. 0.19നെയും 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നു. എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ഡെസിമൽ പ്ലേസിനെ ലെഫ്റ്റിലോട്ട് മാറ്റാൻ 100 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. ഒരിടത്ത് ബാലൻസിങ് കഴിഞ്ഞു. ഇനി നമുക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല, മൾട്ടിപ്ലിക്കേഷനെ ചെയ്യാൻ പറ്റും. അപ്പം ന്യൂമറേറ്ററിൽ എന്ത് വരും? 551 into 100 വരും. ഡിനോമിനേറ്ററിലോ ഈ 0.19 എന്നുള്ളത് 19 എന്നാവും അല്ലെ. 100 കൊണ്ട് ഗുണിക്കുകയല്ലേ, വാല്യൂ കൂടുകയല്ലേ ചെയ്യുന്നത്. 2 സ്ഥാനം കൂടെ ലെഫ്റ്റിലോട്ട് വന്ന് വാല്യൂ കൂടുക ചെയ്യുന്നത്. ക്ലിയർ ആണോ? ഇനി ഈ 19ഉം 51ഉം തമ്മിലുള്ള ഡിവിഷന്റെ ആൻസർ നമുക്കറിയാം 29 ആണ്. 551നെ 19 കൊണ്ട് ഭാഗിച്ചാൽ 29 കിട്ടുന്നത്. 29 കിട്ടുന്നത്. 29 into 100 എന്ന് പറയുമ്പോൾ 2900. ആൻസർ ഓപ്ഷൻ സി 2900. മനസ്സിലായോ? ശരിക്കും ഡെസിമൽ പ്ലേസ് അഡ്ജസ്റ്റ് ചെയ്യാൻ മാത്രം അറിഞ്ഞാൽ മതി. ഡയറക്റ്റ് പെട്ടെന്ന് ആൻസർ എഴുതാൻ പറ്റും. ഡെസിമൽ പ്ലേസസിന്റെ ഡെസിമൽ നമ്പേഴ്സിന്റെ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ ഇത് 4 കറക്റ്റ് ആയിട്ട് പഠിക്കണം കേട്ടോ. ഇന്ന് തന്നെ. അപ്പൊ ഇപ്പൊ ഒരു കാര്യം കിട്ടില്ല, എന്താണ് നിങ്ങൾ ഇനി പഠിക്കാണ്ട അല്ലെങ്കിൽ നിങ്ങൾ പഠിച്ചിട്ടില്ലാത്ത അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്തിട്ടുള്ള എന്ന് പറഞ്ഞ ഒരു ടോപ്പിക് കിട്ടിയിട്ടുണ്ട്. ഡെസിമൽ നമ്പേഴ്സിന്റെ അഡിഷൻ. അത് അറിയാവുന്നവർ ഓക്കെ, അറിയാത്തവർ അഡിഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ പെട്ടെന്ന് തന്നെ പഠിച്ചു തീർക്കുക. നമ്പർ സിസ്റ്റം, സിംപ്ലിഫിക്കേഷൻ ഇങ്ങനെയുള്ള ചാപ്റ്റേഴ്സിലൊക്കെ, അതുപോലെ മറ്റു ചാപ്റ്ററുകളൊക്കെ യൂസ് ആവും കേട്ടോ. അപ്പൊ അതൊന്ന് പഠിക്കുമല്ലോ എല്ലാരും. ഓക്കെ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് അത്യാവശ്യം നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. അത്യാവശ്യം ലെവലുള്ള ക്വസ്റ്റ്യൻ ആണ്, ചിന്തിക്കാനുള്ള ക്വസ്റ്റ്യൻ ആണ്. Rupees 720 was divided among A, B, C, D, E. Okay. The sum received by them was in ascending order and in arithmetic progression. E received 40 more than A. How much did B receive? Okay. നമ്പർ സിസ്റ്റത്തിന്റെ ഒരു ക്വസ്റ്റ്യൻ ആണ്. 720 രൂപയുണ്ട് അല്ലെ. അത് ആരൊക്കെ ഡിവൈഡ് ചെയ്തെടുക്കുന്നത്? 720 രൂപ എയും ബിയും സിയും ഡിയും ഇയും കൂടാണ് ഡിവൈഡ് ചെയ്തെടുക്കുന്നത് അല്ലെ. എയും ബിയും സിയും ഡിയും കൂടാണ് ഈ 720 രൂപ ഡിവൈഡ് ചെയ്തെടുക്കുന്നത്. ഓക്കെ ആണേ. ഇനി the sum received by them was in ascending order. എക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ബിക്ക് കിട്ടും, ബിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ സിക്ക് കിട്ടുന്നുണ്ട്, സിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഡിക്ക് കിട്ടുന്നുണ്ട്, ഡിക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ ഇക്കും കിട്ടുന്നുണ്ട്. ഓക്കെ. അവർക്ക് എല്ലാവർക്കും കൂടുതൽ കൂടുതൽ വെച്ച് കിട്ടുന്നുണ്ട്. ഇനി പറയുന്നുണ്ട് ഈ റിസീവ്ഡ് 40 മോർ ദാൻ എ. ഇക്ക് എക്കാൾ 40 രൂപ അധികം കിട്ടുന്നുണ്ട് അല്ലെ. ഹൗ മച്ച് ഡിഡ് ബി റിസീവ് എന്നാണ് ക്വസ്റ്റ്യൻ. ഹൗ മച്ച് ഡിഡ് ബി റിസീവ്?
സോ ഹൗ മച്ച് ഡിഡ് ബി റിസീവ്? ബി റിസീവ് ചെയ്ത് എത്രയാണെന്നാണ് ചോദ്യം. അപ്പൊ 720 ആണ് ഡിവൈഡ് ചെയ്തേക്കുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. എന്താണ് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ? നമ്മളൊരു കോമൺലി ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ നേരത്തെ അരിത്തമെറ്റിക് പ്രോഗ്രഷന്റെ ആ ഒരു ലോജിക്ക് അപ്ലൈ ചെയ്താൽ വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതായത് ഇപ്പം സിക്ക് എക്സ് രൂപയാണ് കിട്ടുന്നതെന്ന് വെച്ചോ, അങ്ങനെയാണെങ്കിൽ ഡിക്ക് ഒരു ഡി അധികമായിരിക്കത്തില്ല, ഒരു കോമൺ ഡിഫറൻസ് ഞാൻ ഡി എടുക്കുക. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അരിത്തമെറ്റിക് പ്രോഗ്രഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു കോമൺ ഡിഫറൻസ് ഉണ്ട് അല്ലെ, 2 കൂടി പോകുന്നത് അല്ലെങ്കിൽ ഡി കൂടി പോകുന്നത്. അപ്പൊ നമുക്ക് ആ എമൗണ്ട് അറിയാത്തോണ്ട് ഞാൻ ഡി കൂട്ടി കൊടുക്കുവാണേ. സിയേക്കാളും ഡി അധികം കിട്ടും ഡിക്ക്, അതിനേക്കാളും പിന്നെ ഒരു ഡിയും കൂടെ, അപ്പൊ 2d ആയി. എക്സ് പ്ലസ് 2d ആണ് ഇക്ക് കിട്ടുന്നത്. അപ്പൊ ബിക്ക് കിട്ടുന്നത് എന്താ? എക്സ് മൈനസ് ഡി ആണ്. അതുപോലെ എക്ക് കിട്ടുന്നത് എന്താ? എക്സ് മൈനസ് 2d ആണ് അല്ലെ. ഇനി ഇതെല്ലാം കൂടെ സം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? 720 കിട്ടണം. ആഡ് ചെയ്യ എളുപ്പമല്ലേ? ഈ എക്സ് മൈനസ് 2d ആണ് എക്ക് കിട്ടുന്നത്, എക്സ് മൈനസ് ഡി ആണ് ബിക്ക് കിട്ടുന്നത്, എക്സ് ആണ് സിക്ക് കിട്ടുന്നത്, എക്സ് പ്ലസ് ഡി ആണ് ഡിക്ക് കിട്ടുന്നത്, എക്സ് പ്ലസ് 2d ആണ് ഇക്ക് കിട്ടുന്നത്. ഇതെല്ലാം കൂടെ ചേർന്ന് 720 ഉണ്ട്. ഓക്കെ, സോ ഒന്ന് ആഡ് ചെയ്യുമ്പോൾ മൈനസ് 2dയും പ്ലസ് 2dയും ക്യാൻസൽ ആവും, മൈനസ് ഡിയും പ്ലസ് ഡിയും ക്യാൻസൽ ആവും. അങ്ങനെ 5x is equal to 720 എന്ന് കിട്ടും. സോ x is equal to 124 എന്ന് കിട്ടും. നമുക്ക് വേണ്ടത് ബിക്ക് കിട്ടുന്നതാണ് അല്ലെ. എക്സ് 124 ആണ്. അപ്പൊ ബിക്ക് എത്ര കിട്ടും എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പക്ഷെ നമുക്കറിയാം എക്ക് കിട്ടുന്നതിനേക്കാൾ 40 കൂടുതൽ കിട്ടുന്നുണ്ട് ഇക്ക്. എക്ക് കിട്ടുന്നതിനേക്കാൾ 40 ഇക്ക് അധികം ഉണ്ട് അല്ലെ. അപ്പൊ എക്സ് പ്ലസ് 2d മൈനസ് എക്സ് മൈനസ് 2d എന്ന് പറയുന്നത് 40 ആണ്. എക്ക് കിട്ടുന്നതിൽ നിന്ന് ഇക്ക് കിട്ടുന്നത് കുറയ്ക്കുമ്പോ അല്ലെ, സോറി, ഇക്ക് കിട്ടുന്നതിൽ നിന്ന് എക്ക് കിട്ടുന്നത് കുറയ്ക്കുമ്പോൾ എക്സ് പ്ലസ് 2dയിൽ നിന്ന് മൈനസ് എക്സ് പ്ലസ് 2d എന്ന് പറയുമ്പോൾ 40 ആണ്. എക്സും എക്സും ക്യാൻസൽ ആവും. 4d 40 ആണ്. സോ d എന്ത് വരും? 10 വരും. d എന്ത് വരും? 10 വരും. ഓക്കെ, സോ ഇവിടെ ഒരു ചെറിയ മിസ്റ്റേക്ക്. 1 into 5 5 22 ആണ്. 4 into 5 20, 4 into 5 20, 144 ആണ് കേട്ടോ, 144 ആണ്. സോ എക്സിന്റെ വാല്യൂ 144 ആണ്. അങ്ങനെയാണെങ്കിൽ ബാക്കി എന്താ? ഡി കിട്ടി 10 ആണ്. സോ ബിക്ക് കിട്ടുന്നത് എന്താണ്? എക്സ് മൈനസ് ഡി ആണ്. ദാറ്റ് ഈസ് 144 മൈനസ് 10 134 ആണ് ആൻസർ കിട്ടുന്നത് കേട്ടോ. 134 ആണ് ആൻസർ കിട്ടുന്നത്. ഓക്കെ, അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ കുറച്ചും കൂടെ നിങ്ങൾക്ക് ആലോചിച്ച് ചെയ്യാൻ പറ്റുമെങ്കിൽ ഇനിയും സിമ്പിൾ ആക്കാൻ പറ്റും. എങ്ങനെയാ? ഒരു അരിത്തമെറ്റിക് പ്രോഗ്രഷനിലുള്ള ഡേറ്റ, അതിന്റെ ആവറേജ് കണ്ടുപിടിക്കാൻ ഒരു ട്രിക്ക് ഉണ്ട്. എന്താണ് ആ ട്രിക്ക്? ഇപ്പൊ എക്ക് കിട്ടുന്നതും ബിക്ക് കിട്ടുന്നതും സിക്ക് കിട്ടുന്നതും ഡിക്ക് കിട്ടുന്നതും ഇക്ക് കിട്ടുന്നതും, ഇവർക്ക് 3 പേർക്കും കിട്ടുന്നത് അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. 2, ഇയാൾക്ക് 4, ഇയാൾക്ക് 6, ഇയാൾക്ക് 8, ഇത് 10. ഇത് അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലേ? 2 4 6 8 10 അരിത്തമെറ്റിക് പ്രോഗ്രഷൻ അല്ലേ? 2 കൂടി പോവല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതായിരിക്കും അതിന്റെ ആവറേജ്. 6 ആയിരിക്കും അതിന്റെ ആവറേജ്, അതല്ലേ? ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് വായിക്കുമ്പോൾ കിട്ടുന്നത് ആവറേജ് എന്ന് പറയുന്നത് 6 ആയിരിക്കും. മനസ്സിലായോ? മിഡിൽ വാല്യൂ ആയിരിക്കും. നടുക്ക് കിടക്കുന്നതാണ് ആവറേജ്, നടുക്ക് കിടക്കുന്നതാണ് മിഡിൽ വാല്യൂ. ആ ഒരു ലോജിക്ക് അറിയാമെങ്കിൽ ആവറേജ് കണ്ടുപിടിക്കാൻ നമുക്ക് സം ഡിവൈഡഡ് ബൈ നമ്പർ എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. ആവറേജ് കണ്ടുപിടിക്കാൻ നമുക്ക് സം ഡിവൈഡഡ് ബൈ നമ്പർ എന്നുള്ള ഒരു ഇക്വേഷൻ ഉണ്ട്. അതിനകത്തുനിന്ന് നമുക്ക് സം 720 ആണ്, നമ്പർ 5 ആണ്. 720 by 5 144 എന്ന് കിട്ടും, 144 എന്ന് കിട്ടും. അപ്പൊ സിക്ക് കിട്ടുന്നത് 144 ആണ്. ചോദ്യം സിക്ക് കിട്ടുന്നതായിരുന്നെങ്കിൽ ആൻസർ കഴിഞ്ഞു. ഇനി വേറെ ഒരു ഡേറ്റയും വേണ്ട. ഇക്ക് 40 കൂടുതൽ കിട്ടുമെന്നോ ഒന്നും നമുക്ക് അറിയണ്ട, നമ്മുടെ ആൻസർ ആയേനെ. പക്ഷെ നമ്മുടെ ചോദ്യം അതല്ല, ബിക്ക് എത്ര കിട്ടും എന്നാണ് ചോദ്യം. ഇത്രയും മനസ്സിലായോ? അതായത് സം ഡിവൈഡഡ് ബൈ നമ്പർ ചെയ്താൽ നമുക്ക് ആവറേജ് കിട്ടും. കുറെ ഡേറ്റാസ്, എക്ക് കിട്ടുന്ന കുറെ പൈസകളല്ലേ, എക്ക് കുറച്ച് രൂപ കിട്ടും, ബിക്ക് കുറച്ച് രൂപ കിട്ടും, സിക്ക് കുറച്ച് രൂപ കിട്ടും. ആ രൂപകളെല്ലാം അസെൻഡിങ് ഓർഡർ ആണ്, അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷനിലെ ആവറേജ് എന്ന് പറഞ്ഞാൽ മിഡിൽ കിടക്കുന്നതാണ്. അപ്പൊ 5 പേരുണ്ടെങ്കിൽ ആ സിക്ക് കിട്ടുന്നതാണ് ആവറേജ് എന്ന് പറയുന്നത്. സിക്ക് കിട്ടുന്ന രൂപയാണ് 144. ഇനി എക്കാളും ഒരു ഡി അധികം കിട്ടും ബിക്ക്, ബിയേക്കാളും ഒരു ഡി അധികം സിക്ക് കിട്ടും,
സിയേക്കാളും ഒരു ഡി അധികം ഡിക്ക് കിട്ടും, ഡിയേക്കാളും ഒരു ഡി അധികം ഇക്ക് കിട്ടും. അങ്ങനെ എയും ഇയും വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ എക്കാൾ ഡി പ്ലസ് ഡി പ്ലസ് ഡി പ്ലസ് ഡി 4d ആണ് അധികം കിട്ടുന്നത്. 4d ആണ് 40. എക്കാളും 40 ആണ് ഇക്ക് അധികം കിട്ടുന്നത്. സോ ഡി എന്ത് വരും? 10. അപ്പൊ കോമൺ ഡിഫറൻസ് 10 ആണ്. അപ്പൊ ഇങ്ങോട്ടുള്ളത് കണ്ടുപിടിക്കാൻ 10 കൂട്ടി പോവാ, ഇങ്ങോട്ടുള്ളത് കണ്ടുപിടിക്കാൻ 10 കുറച്ചു പോവാ. അപ്പൊ ഇത് 144 ആണെങ്കിൽ ഇത് 134, എക്ക് കിട്ടുന്നത് 124, ഡിക്ക് കിട്ടുന്നത് 154, ഇക്ക് കിട്ടുന്നത് 164. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ട ബിക്ക് കിട്ടുന്നത്. സോ ആൻസർ 134. ക്ലിയർ ആണോ? മനസ്സിലായോ? സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാവേ. അടുത്ത ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് ട്രെയിനിന്റെ ഒരു പ്രോബ്ലം ആണ്. പ്രോബ്ലംസ് ഓൺ ട്രെയിനകത്ത് നിന്ന് വരുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രോബ്ലംസ് ഓൺ ട്രെയിൻ എന്ന് പറയുന്നത് ഒരു സ്പെഷ്യൽ സെഷൻ ആണ്. കാരണം ലെങ്ത് ഓഫ് ട്രെയിൻ നമ്മൾ കൺസിഡർ ചെയ്തേ പറ്റൂ. ഒരു കാർ മൂവ് ചെയ്യുന്നു, ഒരു ബസ് മൂവ് ചെയ്യുന്നു, ഒരു മാൻ ഓടുന്നു, അങ്ങനെ ഒന്നും ഉള്ള ക്വസ്റ്റ്യൻസിനകത്ത് നമുക്ക് മാന്റെ ലെങ്തോ കാറിന്റെ ലെങ്തോ ഒന്നും കൺസിഡർ ചെയ്യേണ്ട, അത് നെഗ്ലിജിബിൾ ആണല്ലേ. പക്ഷെ ട്രെയിനിന്റെ കേസ് വരുമ്പോൾ ട്രെയിനിന്റെ ലെങ്ത് കൺസിഡർ ചെയ്തേ പറ്റൂ. ട്രെയിനിന്റെ ലെങ്ത് കൺസിഡർ ചെയ്യണം. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു ചാപ്റ്റർ സെപ്പറേറ്റ് ചാപ്റ്റർ ആവുന്നത് കേട്ടോ. വ്യക്തമായിട്ട് അത് പഠിക്കണം എന്ന് പറയുന്നത്. ഓക്കെ, ഓപ്ഷൻസ് ഉണ്ട്, ഓപ്ഷൻസ് ഉണ്ട്. 2 trains, 152.5 മീറ്റർ. ഒരു ട്രെയിനിന്റെ നീളം 152.5 മീറ്റർ ആണ്. രണ്ട് ട്രെയിൻ ഉള്ളതിൽ ഒരു ട്രെയിനിന്റെ നീളം 152.5 മീറ്റർ ലോങ് ആണ്. ആൻഡ് ദ അതർ ട്രെയിൻ, രണ്ടാമത്തെ ട്രെയിൻ 157.5 മീറ്റർ നീളമുള്ളതാണ് അല്ലെ. കമ്മിങ് ഫ്രം ഓപ്പോസിറ്റ് ഡയറക്ഷൻ, ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്, ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് വരുന്നത്. ചോദ്യം ഇതാണ്, ഇവർ രണ്ടുപേരുടെ ക്രോസ് ചെയ്യാൻ, cross each other in 9.3 seconds, 9.3 seconds കൊണ്ടാണ് ഇവര് രണ്ടുപേരും കൂടെ cross each other, pass ചെയ്ത് പോകുന്നത്. The combined speed of the two trains every hour would be, the combined speed of the two trains in every hour would be. Combined speed എന്ന് പറഞ്ഞാൽ എന്താ? Relative speed ആണ് കേട്ടോ. ഓപ്പോസിറ്റ് ഡയറക്ഷനിലും സെയിം ഡയറക്ഷനിലും ഒക്കെ നമ്മുടെ ട്രെയിൻ പോകും. അപ്പൊ നമുക്ക് കിട്ടുന്ന സ്പീഡ് എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ്, റിലേറ്റീവ് സ്പീഡ് ആണ്. അപ്പൊ റിലേറ്റീവ് സ്പീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. കാരണം നോക്കേ, ഓപ്ഷൻസിൽ സ്പീഡ് അല്ലല്ലോ, കിലോമീറ്റർ അല്ലേ എന്ന് നിങ്ങൾ ആലോചിക്കും. പക്ഷെ ചോദ്യം ഓരോ മണിക്കൂറിലും എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നു എന്നാ, ഓരോ മണിക്കൂറിലും എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നു എന്നാ ചോദ്യം. അതായത് സ്പീഡായി, ഒരു മണിക്കൂറിൽ സഞ്ചരിക്കുന്ന ദൂരമാണ് വേഗത അല്ലെ. അപ്പൊ വേഗത തന്നെയാണ് ചോദിച്ചേക്കുന്നത്. വേഗതയാണ് ചോദിച്ചേക്കുന്നതെങ്കിൽ നമുക്ക് ഡിസ്റ്റൻസും വേണം, ടൈമും വേണം. ഡിസ്റ്റൻസും ടൈമും അറിയാമെങ്കിൽ നമുക്ക് സ്പീഡ് കണ്ടുപിടിക്കാൻ പറ്റും. കമ്പൈൻഡ് സ്പീഡ് കണ്ടുപിടിച്ചാൽ മതി. അതുകൊണ്ട് തന്നെ ഡിസ്റ്റൻസ് ബൈ ടൈം കണ്ടുപിടിച്ചാൽ മതി. ഒന്ന് ട്രൈ ചെയ്തേ, എത്ര കിട്ടും നോക്കേ. കമ്പൈൻഡ് സ്പീഡ് ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ എന്ത് കിട്ടും? ഡിസ്റ്റൻസ് എന്ന് പറയുമ്പോൾ ഒരു ട്രെയിൻ വേറൊരു ട്രെയിനെ ക്രോസ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ, ഒരു ട്രെയിൻ ഉണ്ട്, ആ ട്രെയിൻ വേറൊരു ട്രെയിനെ ക്രോസ് ചെയ്യും അല്ലെ. നോക്കി, ആ ട്രെയിൻ സഞ്ചരിച്ച് ഇത്രയും ദൂരം എത്തിയ ക്രോസ് ആവോ? ക്രോസ് ആവത്തില്ല, ബാക്കി പോർഷൻ ഇങ്ങനെ കിടക്കുമായിരിക്കും. വീണ്ടും ആ ട്രെയിനിന്റെ ലെങ്തും കൂടെ സഞ്ചരിക്കണം അല്ലെ. അപ്പം രണ്ട് ട്രെയിനിന്റെയും ലെങ്തിന്റെ സമ്മാണ് ടോട്ടൽ ഡിസ്റ്റൻസ് ട്രാവൽഡ് എന്ന് പറയുന്നത്. ഓർക്കുക, രണ്ട് ട്രെയിൻ ക്രോസ് ചെയ്യുമ്പം രണ്ട് ട്രെയിനിന്റെ ലെങ്ത് ആഡ് ചെയ്താലേ ഡിസ്റ്റൻസ് കിട്ടും. രണ്ട് ട്രെയിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലോ സെയിം ഡയറക്ഷനിലോ എങ്ങനെ ആയാലും ക്രോസ് ഈച്ച് അതർ എന്ന് പറഞ്ഞാൽ എന്താണ് ഡിസ്റ്റൻസ് എന്ന് പറഞ്ഞാൽ രണ്ട് ട്രെയിനിന്റെയും ലെങ്ത് ആഡ് ചെയ്യണം. സോ 157.5ഉം 152.5ഉം കൂടെ ആഡ് ചെയ്യണം. അത് എഴുതി കൂട്ടുമൊന്നും വേണ്ട കേട്ടോ. 157.5 എഴുതി പ്ലസ് എഴുതി, 152.5 എഴുതി പ്ലസ് എഴുതി, അങ്ങനെ എഴുതി കൂട്ടണ്ട. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കേ, 150ഉം ഒരു 2.5ഉം 150ഉം ഒരു 7.5 അല്ലെ. 150 300 ആണെന്ന് നിങ്ങൾക്ക് അറിയാലോ. 150 300 രണ്ടരയും 7.5 എത്രയാണ്? 10 ആണ്. അപ്പൊ 310 കിലോമീറ്റർ, സോറി മീറ്റർ, 310 മീറ്റർ. യൂണിറ്റ് കൺവേർഷൻ വേണം. അപ്പൊ മീറ്ററിലാ കിട്ടിയേക്കുന്നത്. ഓപ്ഷൻസ് എല്ലാം കിലോമീറ്ററിലാണ്. യൂണിറ്റ് കൺവേർഷൻ എന്തായാലും വേണം, ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ ഡിസ്റ്റൻസ് എന്ത് കിട്ടി? ഡിസ്റ്റൻസ് എന്ത് കിട്ടി? 310 മീറ്റർ എന്ന് കിട്ടി. അപ്പൊ ടൈം എന്താണ്? ടൈം 9.3 സെക്കൻഡ്സ് ആണ്. ഓക്കെ, മീറ്ററും സെക്കൻഡും നല്ല കോമ്പിനേഷൻ ആണ്. മീറ്റർ പെർ സെക്കൻഡ് കിട്ടും നമുക്ക്. പക്ഷെ പോരാ, കിലോമീറ്റർ പെർ അവറിൽ തന്നെ ആൻസർ എഴുതണം. കാരണം ഒരു മണിക്കൂറിൽ, ഓരോ മണിക്കൂറിലും എവറി അവർ അത് എത്ര കിലോമീറ്റർ സഞ്ചരിക്കുന്നു എന്നാണ് നമ്മുടെ ചോദ്യം. ഓക്കെ,
അപ്പൊ നമുക്ക് 310 ഭാഗം 9.3 എഴുതാം. ഡിസ്റ്റൻസ് ബൈ ടൈം എഴുതാം. ഡിസ്റ്റൻസ് ബൈ ടൈം എന്ന് പറയുമ്പോൾ 310 by 9.3 into 18/5 ചെയ്താലേ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാൻ പറ്റൂ. ഇൻറ്റു 18/5 ചെയ്താലേ കിലോമീറ്റർ പെർ അവറിലോട്ട് മാറ്റാൻ പറ്റൂ അല്ലെ. അപ്പൊ നമുക്ക് ഇൻറ്റു 18/5 ചെയ്യാം. ഇനി ഇതെങ്ങനെ സിംപ്ലിഫൈ ചെയ്യുന്നേ? ഒരുപാട് ടൈം എടുക്കാതെ പെട്ടെന്ന് ചെയ്യാനായിട്ട് എന്താ ചെയ്യേണ്ടത്? ഈ 5 310 കൂടെ ഒന്ന് കട്ട് ചെയ്യാം. 5 310 കൂടെ കട്ട് ചെയ്യുമ്പോൾ 6 into 5 30, ബാലൻസ് 110, 2 into 5 10 അല്ലെ, 62 കിട്ടും. 310നെ 5 കൊണ്ട് ഭാഗിക്കുമ്പോഴത്തേക്ക് നമുക്ക് 62 കിട്ടും അല്ലെ. സോ 6 into 5 30 ആണ്, ബാലൻസ് 1 കൊണ്ട് 10, 2 into 5 10. ഇനി എന്ത് ചെയ്യാം? ഇനി എന്ത് കട്ട് ചെയ്യാം? ഒരു 3 വെച്ച് കട്ട് ചെയ്യാൻ ഭാഗത്തിന് 18ഉം 9.3ഉം കിടപ്പുണ്ട് അല്ലെ. 18നെ 3 കൊണ്ട് ഭാഗിച്ചാൽ 6. ഈ 9.3നെ 3 കൊണ്ട് ഭാഗിച്ചാൽ 3 into 3 ആണ് 9, 1 into 3 ആണ് 1, 3.1 വരും അല്ലെ. 3 into 3 9, പിന്നെ 1 into 3 3, അപ്പൊ 3.1 എന്ന് വരും. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. ഇനി ബാക്കിയുള്ള ഒന്ന് എഴുതാം. 62 into 6 by, ഇതിനെ 31 എന്ന് എഴുതാം. പകരം 31 എന്ന് എഴുതണമെങ്കിൽ ഞാൻ ഒരു 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. വാല്യൂ ചേഞ്ച് ചെയ്യാതിരിക്കാൻ ന്യൂമറേറ്ററിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. സോ ഡിനോമിനേറ്ററിൽ 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് 31 ആക്കിയിട്ട് ന്യൂമറേറ്ററിലും 10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 31 into 2 ആണ് 62 അല്ലെ. 31ന്റെ ഇരട്ടി അല്ലെ 62. ഇനി ബാക്കിയുള്ളത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കേ. 6ഉം 2 കൂടെ ഗുണിക്കുമ്പോൾ 12, പിന്നെ ഒരു 0 കൊടുത്താൽ മതി. 120 കിലോമീറ്റർ. ഓപ്ഷൻ ഡി 120 കിലോമീറ്റർ ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ ഡി 120 കിലോമീറ്റർ വരും ആൻസർ. ക്ലിയർ ആണോ? അപ്പൊ 2 ട്രെയിൻ ഉണ്ടെങ്കിൽ ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാൻ നേരത്തെ 2 ട്രെയിനിന്റെ ലെങ്ത് കൺസിഡർ ചെയ്യുന്ന കാര്യം മറക്കരുത്. അതുപോലെ ടൈം ഒറ്റ ടൈമേ ഉള്ളൂ. ടൈമിനകത്ത് റിലേറ്റീവ് ഇല്ല, ആഡ് ചെയ്യാനില്ല, ഒന്നും കാണില്ല. ഡിസ്റ്റൻസും ടൈമും അറിയാമെങ്കിൽ നിങ്ങൾക്ക് സ്പീഡ് ജസ്റ്റ് ഇക്വേഷൻ അപ്ലൈ ചെയ്താൽ മതി. ഡിസ്റ്റൻസ് ബൈ ടൈം ആണ് സ്പീഡ്. ഈ സ്പീഡ് ശരിക്കും റിലേറ്റീവ് സ്പീഡ് ആണ്. കാരണം റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ എന്താ? റിലേറ്റീവ് സ്പീഡ് എന്ന് പറയുമ്പോൾ നമ്മുടെ ട്രെയിൻ സഞ്ചരിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് നമ്മുടെ ട്രെയിൻ സഞ്ചരിക്കുന്നത് ഓപ്പോസിറ്റ് ഡയറക്ഷൻ ആയതുകൊണ്ട് റിലേറ്റീവ് സ്പീഡ് എന്ന് പറഞ്ഞാൽ സം ഓഫ് സ്പീഡ് ആണ്. റിലേറ്റീവ് സ്പീഡ് 2 ടൈപ്പ് ഉണ്ട്. സെയിം ഡയറക്ഷനിൽ സഞ്ചരിച്ചാൽ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. നിങ്ങൾ ഒന്ന് ആലോചിക്കുക, ഒരു ട്രെയിനിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വേറൊരു ട്രെയിൻ പോകുന്നു. നിങ്ങൾക്ക് തന്നെ അറിയാം, നിങ്ങൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ട് അല്ലെ. ഒരു ട്രെയിനകത്ത് ഇരിക്കുമ്പോൾ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ വരുന്ന ട്രെയിൻ വളരെ പെട്ടെന്ന് പാസ് ചെയ്ത് പോകത്തില്ലേ, ഭയങ്കര സ്പീഡിന് പാസ് ചെയ്ത് പോകത്തില്ലേ, ഇത് എന്തൊരു സ്പീഡാ എന്ന് തോന്നും. പക്ഷെ അത് റിലേറ്റീവ് സ്പീഡാണ്. നമ്മുടെ ട്രെയിൻ മൂവ് ചെയ്യുമല്ലേ, നമ്മുടെ ട്രെയിൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോവല്ലേ, ഈ ട്രെയിൻ ഇങ്ങനെ പോവല്ലേ, അപ്പൊ പെട്ടെന്ന് അങ്ങ് പാസ് ചെയ്യത്തില്ലേ. അപ്പൊ നമുക്ക് ഫീൽ ചെയ്യുന്ന, നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്ന സ്പീഡ്, അതാണ് ഈ റിലേറ്റീവ് സ്പീഡ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ ഭയങ്കര സ്പീഡാണ്, സം ഓഫ് സ്പീഡ് ആണ് അല്ലെ. ഈ 2 ട്രെയിനിന്റെയും സ്പീഡിന്റെ സം ആണ് നമുക്ക് ശരിക്കും ഈ കമ്പൈൻഡ് സ്പീഡ് ആയിട്ട് കിട്ടിയേക്കുന്നത് കേട്ടോ. 120 കിലോമീറ്റർ എന്ന് പറയുന്നത് ഈ 2 ട്രെയിനിന്റെയും സ്പീഡിന്റെ സം ആണ്. അപ്പൊ ഇതൊരു സെയിം ഡയറക്ഷനിലായിരുന്നെങ്കിലോ, ഈ 2 ട്രെയിൻ മൂവ് ചെയ്യുന്നത് സെയിം ഡയറക്ഷനിലാണെങ്കിലോ, ഈ ക്വസ്റ്റ്യൻ തന്നെ നമുക്ക് സെയിം ഡയറക്ഷനിലാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? 120 കിലോമീറ്റർ എന്ന് കിട്ടുവാണെങ്കിൽ അല്ലെ, ഡിസ്റ്റൻസ് ബൈ ടൈം ചെയ്യുമ്പോൾ നമുക്ക് 120 കിലോമീറ്റർ തന്നെ കിട്ടുന്നത്. അപ്പൊ 120 കിലോമീറ്റർ, അതായത് ഒരു ട്രെയിനെ പാസ് ചെയ്യാൻ 9.3 സെക്കൻഡ്സ് എടുത്തു. അങ്ങനെയാണെങ്കിൽ 120 കിലോമീറ്റർ എന്ന് പറയുന്നത് എന്താണ്? റിലേറ്റീവ് സ്പീഡ് ആണ് കേട്ടോ. 2 ട്രെയിൻ ഉള്ളപ്പോൾ ഒരു ട്രെയിനിന്റെ സ്പീഡ് മാത്രമായിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഡിസ്റ്റൻസും ടൈമും യൂസ് ചെയ്ത് നമുക്ക് റിലേറ്റീവ് സ്പീഡേ കണ്ടുപിടിക്കാൻ പറ്റൂ. ഒരു ട്രെയിനിന്റെ സ്പീഡ് മാത്രമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റില്ല. റിലേറ്റീവ് സ്പീഡേ കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ സെയിം ഡയറക്ഷനിലാണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്താണ്? സെയിം ഡയറക്ഷനിലാണെങ്കിൽ റിലേറ്റീവ് സ്പീഡ് എന്തായിരിക്കും? സെയിം ഡയറക്ഷനിൽ പോകുമ്പോൾ വളരെ സ്ലോയിലേ പോകുന്നതായിട്ടാണ് തോന്നുന്നത് അല്ലെ. അതുപോലെ തന്നെയാണ് റിലേറ്റീവ് സ്പീഡ് എന്താണ്? സെയിം ഡയറക്ഷനിലാണെങ്കിൽ ആ 2 സ്പീഡിന്റെയും ഡിഫറൻസ് ആണ് റിലേറ്റീവ് സ്പീഡ്. മനസ്സിലായോ? S1 മൈനസ് S2 ആണ് റിലേറ്റീവ് സ്പീഡ്. ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ S1 പ്ലസ് S2 ആണ് റിലേറ്റീവ് സ്പീഡ്. സെയിം ഡയറക്ഷനിലാണെങ്കിൽ S1 മൈനസ് S2 ആണ് റിലേറ്റീവ് സ്പീഡ്. അപ്പൊ ഇവിടെ കിട്ടിയേക്കുന്ന S1 പ്ലസ് S2 ആണ് കേട്ടോ. കാരണം നമ്മുടെ ക്വസ്റ്റ്യനിൽ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ്. അപ്പൊ ഓപ്പോസിറ്റ് ഡയറക്ഷനിലായിട്ട് 120 കിലോമീറ്റർ പെർ അവർ ആണ് റിലേറ്റീവ് സ്പീഡ്. അത് ആ 2 ട്രെയിനിന്റെയും സ്പീഡിന്റെ സം ആണ്. 2 ട്രെയിനിന്റെയും സ്പീഡിന്റെ സം ആണ് നമുക്ക് ഇവിടെ റിലേറ്റീവ് സ്പീഡ് ആയിട്ട് കിട്ടുന്നത്. അപ്പൊ അങ്ങനെയാണ് നമ്മുടെ പ്രോബ്ലംസ് ഓൺ ട്രെയിനിലെ ക്വസ്റ്റ്യൻസ് വരുന്നത് കേട്ടോ. ഓക്കെ, അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻസ് ഇന്നത്തെ സെക്ഷൻ കഴിയുവാണ്. അപ്പൊ എല്ലാവർക്കും താങ്ക് യു. അപ്പൊ നമുക്ക് ഇനിയും ഉണ്ട് ഇതുപോലെ, നമുക്ക് പഴയ ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രീവിയസ്ലി ചോദിച്ച ക്വസ്റ്റ്യൻസ് ഒക്കെ എടുത്ത് വർക്ക്ഔട്ട് ചെയ്ത് പഠിക്കണം. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ വർക്ക്ഔട്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് ഒരുപാട് കോൺഫിഡൻസ് തരും. നിങ്ങൾക്ക് എക്സാം ക്ലിയർ ചെയ്യാനുള്ള കൂടുതൽ ചാൻസസ് ആണിത്. അപ്പൊ മാക്സിമം PYQs സെക്ഷൻസ് അറ്റൻഡ് ചെയ്യുക.
ഇനി ഓരോ സെക്ഷൻസ് പഠിക്കുമ്പോഴും നിങ്ങൾക്ക് അത് റിലേറ്റഡ് ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് അറിയത്തില്ലെങ്കിൽ ആ ചാപ്റ്ററിന്റെ ബേസിക്സ് പോയി പഠിച്ച് വീണ്ടും ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. എത്ര ക്വസ്റ്റ്യൻസ് ചെയ്യുന്നു അത്രയും നല്ലതാണ്. അത്രയും നിങ്ങൾ സ്പീഡ് കൂടും, അത്രയും നിങ്ങൾ എക്സ്പീരിയൻസ്ഡ് ആവും, അത്രയും നിങ്ങൾ ഫാസ്റ്റ് ആവും, അത്രയും നിങ്ങൾ ജോബ് ഏൺ ചെയ്യാനുള്ള ചാൻസസ് കൂടും. ഓക്കെ, അപ്പം താങ്ക് യു ഓൾ, താങ്ക് യു സോ മച്ച്, താങ്ക് യു, ബൈ.